തൃപ്പൂണിത്തുറയുടെ തെരുവുവീഥികളിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അർച്ചന വിനോദ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർച്ചന, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അർച്ചന ഭയങ്കര ആവേശത്തിലായിരുന്നു. ഇന്നുവരെ കാണാത്ത കാഴ്ചകളൊക്കെ കാണുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എങ്ങനെയുണ്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്ര? നല്ല ബഹളമാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നതൊന്നും അർച്ചന കേൾക്കുന്നില്ല. കാഴ്ചകളുമായി മുന്നോട്ട് പോവുകയാണ് അത്തം ഘോഷയാത്ര. നമ്മൾ കാണുന്നത് അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഈ റോഡിന് ഇരുവശത്തുമായി ആളുകൾ ഈ കാഴ്ചകളെല്ലാം കാണാൻ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാവിലെ 11 മണിയോടുകൂടി തുടങ്ങിയ ഘോഷയാത്രയാണ്. ഇപ്പോഴും ഈ യാത്ര പുരോഗമിക്കുകയാണ്. ഏകദേശം 3 മണിയോടെ കൂടിയാണ് അത്തം നഗറിലേക്ക് ഈ ഘോഷയാത്ര എത്തുക. വിവിധ കലാരൂപങ്ങളുമായാണ് ഇപ്പോൾ നഗരവീതിയിലൂടെ, രാജനഗരിയിലൂടെ ഇപ്പോൾ ഈ കലാരൂപങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുലിക്കളി, കോൽക്കളി തുടങ്ങി എല്ലാ നാടൻ കലാരൂപങ്ങളും, വൈവിധ്യമാർന്ന കലാരൂപങ്ങളും, പുതിയതെല്ലാം തന്നെ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ഈ നഗരവീതിയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. ഇരുവശത്തുമായി വർണ്ണ കാഴ്ചകൾ കാണാൻ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നുമായി വന്ന ആളുകളാണ്. എന്തായാലും അത്തം ഘോഷയാത്രയോടുകൂടി കേരളത്തിന്റെ ഓണാഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ്. അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെണ്ടമേളത്തിന്റെ അതിഥിയോടെയാണ് ഓരോ കലാരൂപങ്ങളും റോഡിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂർ ഈ അത്തം ഘോഷയാത്ര ആവേശത്തോടു കൂടിയ ചെണ്ടമേളമാണ്. അത്രയും ആവേശത്തോടു കൂടിയ കലാരൂപങ്ങളെല്ലാം തന്നെ ആവേശം തന്നെയാണ്. നാടിന്റെ ആഘോഷമായി മാറുകയാണ്. എന്തായാലും മണിക്കൂർ പോലും ആവേശം ആളുകൾക്ക് കുറവില്ല. ജനസാഗരമാണ് തൃപ്പൂണിത്തുറയുടെ നഗരവീഥികളിലെല്ലാം തന്നെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഓരോരുത്തരും കലാരൂപത്തെ ആസ്വദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അത്തം ഘോഷയാത്രയോടുകൂടി ഓണത്തിന് തുടക്കമായിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലൂടെയാണ് കേരളത്തിന്റെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമായ കാഴ്ചകളാൽ ഇപ്പോൾ റോഡുകളെല്ലാം തന്നെ അത്തരത്തിൽ മാറിയിരിക്കുന്നു. അത് കാണാനായി നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി കുഞ്ഞുങ്ങളടക്കം ഈ വെയിലെല്ലാം കൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ കാഴ്ചകളെല്ലാം കാണാൻ നമുക്ക് ഏറ്റവും കൗതുകമാക്കുന്ന തൃപ്പൂണിത്തുറയിലെ നഗരവീഥികളിൽ ആവേശം കൊള്ളിച്ചുകൊണ്ട് കണ്ണിന് നയനാഭമായ വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് തൃപ്പൂണിത്തുറ നഗരവീഥിയിലൂടെ ഈ ആവേശ കാഴ്ചകൾ, തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയുടെ ആവേശ കാഴ്ചകൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ മുതലേ കാണുന്നതാണ്. നിരവധി നിശ്ചല ദൃശ്യങ്ങളുണ്ട്, ബാൻഡ് മേളങ്ങളുണ്ട്, ശിങ്കാരി മേളങ്ങളുണ്ട്, പുലികളിയുണ്ട്, തിറയുണ്ട്, തെയ്യമുണ്ട്, കാവടിയാട്ടമുണ്ട്. അങ്ങനെ പലതരത്തിൽ സമൃദ്ധമാണ്. ഒരു അത്തപ്പൂക്കളം കാണുന്നത് പോലെ വിവിധ വർണ്ണങ്ങളിൽ, വിവിധ നിറങ്ങളിൽ. ഒപ്പം ഈ ശബ്ദത്തിൻ്റെ അകമ്പടി, ശിങ്കാരിമേളമായാലും ബാൻഡ് മേളമായാലും കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക് കാഴ്ചയ്ക്ക് ഒരു ഓണവിരുന്ന് ഒരുക്കുകയാണ് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. അക്ഷരാർത്ഥത്തിൽ തൃപ്പൂണിത്തുറയുടെ ഈ നഗരവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഈ ഘോഷയാത്ര കടന്നു പോകുന്നു. നേരത്തെ അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല വെയിലാണ് അവിടെ. എങ്കിൽ പോലും ഈ വെയിലിനെ അവഗണിച്ച് ഈ റോഡിന് ഇരുവശവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. രണ്ട് ഭാഗം ബാരിക്കേഡ് പോലെ വെച്ച് കെട്ടിയ ആളുകൾക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ. ഇത്തരത്തിൽ ആളുകളൊക്കെ പ്രായഭേദമന്യേ ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ റോഡിന് ഇരുവശവും തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ വെയിലത്തും. കാരണം ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക തുടക്കമായിരുന്നു എല്ലാ വർഷവും ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്തവണ ഔദ്യോഗിക ഓണാഘോഷങ്ങളെങ്കിൽ ഒന്നും നടത്തുന്നില്ലെങ്കിൽ പോലും ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ചടങ്ങ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തവണ അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ സംഘടിപ്പിക്കുന്നതും. അർച്ചന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല വെയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും ആ ഒരു ആവേശം ആരിലും ചോരുന്നില്ല. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ ഒരു വർണ്ണവിസ്മയം കാണാൻ തൃപ്പൂണിത്തുറയുടെ രണ്ട് സൈഡിലും, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ്. തീർച്ചയായും നിമിഷം പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആവേശത്തിന് ഒട്ടും കുറവില്ല. തൃപ്പൂണിത്തുറക്കാരുടെ ആഘോഷമാണ്, നാടിന്റെ ആഘോഷമാണ്. ആ ആവേശം തന്നെയാണ് അവരുടെ എല്ലാം തന്നെ മുഖങ്ങളിൽ നമ്മൾ കാണുന്നത്. കാരണം വെയിലും മഴയും ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല. കാരണം അത്രയും ആളുകളാണ്, ജനസാഗരമാണ് റോഡിന്റെ ഇരുവശത്തും ഈ വർണ്ണ കാഴ്ചകൾ കാണാനായി എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ ഈ കാഴ്ചകൾ കാണാനായി റോഡിന്റെ ഇരുവശത്തും എത്തിയവരാണ്. കുഞ്ഞുങ്ങളടക്കം പ്രായമായവരെല്ലാം
എല്ലാം തന്നെ ഇത് ഇവിടെയുണ്ട്. വർഷങ്ങളായി എത്തുന്ന ആളുകളുണ്ട് ഇതിൽ പലതും. എന്തായാലും കലാരൂപങ്ങൾ ഓരോന്നായി ഈ രാജവീതിയിലൂടെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള വർണ്ണവിസ്മയങ്ങൾ ആയിട്ടുള്ള കലാരൂപങ്ങൾ, നൃത്ത കലാരൂപങ്ങൾ, അത്തരത്തിൽ പലതരത്തിലുള്ള വർണ്ണവിസ്മയങ്ങളാണ് ഈ റോഡിലൂടെ നീങ്ങുന്നത് നമ്മൾ കാണുന്നത്. അത് കാണാനായി നിരവധി പേർ കേരളത്തിന്റെ നാനാദിക്കിൽ നിന്നും നിരവധി പേർ എത്തുന്നു. അത്തരത്തിൽ തൃപ്പൂണിത്തുറയുടെ ആഘോഷം ഒരു കേരളത്തിന്റെ ആകെ ആഘോഷമായി മാറുന്ന കാഴ്ച, അതാണ് നമ്മൾ ഈ തൃപ്പൂണിത്തുറ നഗരത്തിൽ കാണുന്നത്. നഗരവീതിയിലൂടെ പല രീതിയിലുള്ള കലാരൂപങ്ങൾ, നമ്മൾ പലപ്പോഴും കേട്ടുകേൾവിയിൽ മാത്രമായ കലാരൂപങ്ങൾ അടക്കമാണ് നമ്മുടെ മുന്നിലൂടെ ഇത്തരത്തിൽ കൗതുകമുണർത്തി വിസ്മയം തീർത്തി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ അത്തം ഘോഷയാത്ര. ഈ ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇനി 3 മണിയോടുകൂടി ഈ നഗരം ചുറ്റി അത്ത നഗറിലേക്ക് ഈ ഘോഷയാത്ര എത്തും. അവിടെ നിന്ന് ഇതിന് സമാപനമാകും. ഇതോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. പിന്നീട് തൃപ്പൂണിത്തുറയുടെ നഗരങ്ങളെല്ലാം തന്നെ തീർത്തും ആഘോഷത്തിന്റെ ഇത് കച്ചവടക്കാരെ സംബന്ധിച്ചും അതുപോലെ കലാകാരന്മാരെ സംബന്ധിച്ചും അവരുടെ ജീവിതമാണ്. ഒരുപാട് ദിവസങ്ങളായി അവർ കാത്തിരിക്കുന്ന ദിവസമാണ് ഈ അത്തച്ചമയ ആഘോഷയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു കലാരൂപത്തിന് സംഗമഭൂമിയായി തൃപ്പൂണിത്തുറ മാറുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ്. അങ്ങനെ എല്ലാം തരത്തിലും ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വെയിലും മഴയും ഒന്നും വകവയ്ക്കാത്ത ആളുകളെല്ലാം തന്നെ ഇരുവശത്തും റോഡിന്റെ ഇരുവശത്തുമായി തിങ്ങിക്കൂടിയിട്ടുണ്ട്. വർണ്ണമായ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പടയണിയാണ്. ശരി, അർച്ചന വിവരിക്കുകയായിരുന്നു തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളും ഒപ്പം ബാൻഡ് മേളം, ശിങ്കാരി മേളം അടക്കമുള്ള ശബ്ദ വിസ്മയങ്ങളും അവിടെ തൃപ്പൂണിത്തുറയിലുണ്ട്. ചെണ്ടപ്പുറത്ത് കോലി വീഴുമ്പോൾ ഒരു ചുവട് വെച്ച് പോകാൻ തോന്നുന്ന രീതിയിലുള്ള ശബ്ദവിസ്മയങ്ങളൊക്കെ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായുണ്ട്. അർച്ചന നൽകുകയായിരുന്നു വിശദാംശങ്ങൾ.